ഡിയർ ഫ്രണ്ട്സ്, പെറ്റ് ആൻഡ് ലീഫിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടിലെല്ലാം വളർത്തുന്ന ഒരു ചെടിയാണ് ഈ സപ്പോട്ട. അപ്പം പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങ് വളരെ ഉയരത്തിൽ അങ്ങ് വളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പഴങ്ങളെല്ലാം തന്നെ കിളികളും വവ്വാലും ഒക്കെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്. നമുക്ക് ഇത്രയും ഗുണമുള്ള പഴങ്ങൾ കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും കൂടെ നമുക്ക് വേണ്ടേ, നമുക്ക് ഉപയോഗിക്കണമല്ലോ. അപ്പം കിളികളൊക്കെ കൊണ്ടുപോയിക്കോട്ടെ, കുറച്ചൊക്കെ കൊണ്ടുപോയിക്കോട്ടെ. ബാക്കി പഴങ്ങളെ നമ്മൾ ഇതുപോലെ തറയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇതിനെ സംരക്ഷിക്കാം എന്നാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അതാ നോക്കിക്കേ, ഒരിക്കലും ഇതിനെ മുകളിലോട്ട് വളർന്നു പോകാൻ അനുവദിക്കരുത്. മുകളിലോട്ട് വരുന്ന കമ്പെല്ലാം ദാ ഇതേപോലെ വെട്ടി നമ്മളവിടെ കോപ്പർ ഓക്സി ക്ലോറൈഡൊക്കെ ചേർത്ത് ഇങ്ങനെ പടർന്നു വരത്തക്ക രീതിയിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ താഴെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പഴങ്ങളെല്ലാം സംരക്ഷിക്കാം. ഇപ്പം 1-2 കായ്കളൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ദൂരം അവിടെ കണ്ടോ വലയിട്ട് വെച്ചേക്കുന്നത്, വലയിട്ട് സംരക്ഷിക്കുകയായിരുന്നു പതിവ്. പക്ഷേ ഇപ്പം ഇത് ഒരുപാട് അങ്ങ് കായ്ച്ച് നമ്മുടെ ആ കരിയില ഒക്കെ നിറച്ച് ആണ് ഇത് നട്ടത്. അത് ദ്രവിച്ച് താഴുന്ന അനുസരിച്ച് വീണ്ടും വളവും മണ്ണും ഒക്കെ കയറ്റി കൊടുത്താണ് ഇത് വളർത്തി ഇങ്ങനെ വന്നത്. അപ്പം അത് കുറച്ച് ജൈവവളങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഭംഗിയായിട്ട് സപ്പോട്ട നിറച്ച് കായ്ക്കും. ഇപ്പൊ ഒരുപാട് കായ്കളായി. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കത് സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു നെറ്റ് നമുക്ക് ഉപയോഗിച്ച് ഇതിനെ അങ്ങ് മൂടാം. ഇത് മൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് പഴങ്ങളെല്ലാം നമുക്ക് സംരക്ഷിച്ചെടുക്കാം. ഇങ്ങനെ താഴെ കവറിട്ട് സംരക്ഷിക്കാനായാലും നെറ്റ് ഉപയോഗിച്ച് ഈ പഴങ്ങളെ സംരക്ഷിക്കാനായാലും ഇത് നമുക്ക് താഴെ നിന്ന് കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഇതേപോലെ പടർത്തി വളർത്തി വരണമെങ്കിൽ ചെറിയ തൈയായി വളർത്തി വരുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഞാനിവിടെ 2 ചെറിയ സപ്പോട്ട വളർത്തി വരുന്നുണ്ട്. അതിന് എങ്ങനെയാണ് വളർത്തി വിടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നേരത്തെ ഞാൻ കാണിച്ച സപ്പോട്ട ഞാൻ 2020 നട്ടതാണ്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ നട്ട ഒരു സപ്പോട്ടയാണ്. അപ്പം 1 വർഷം കൊണ്ട് തന്നെ അതിനകത്ത് പൂക്കളും ചെറിയ കായ്കളും ഒക്കെ വന്നു തുടങ്ങി. അതും ഇതുപോലെ നട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊക്കത്തിന് അങ്ങ് വളർന്നു പോവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ നോക്കിക്കേ, ഇവിടെ വെച്ച് ഞാൻ അങ്ങ് കട്ട് ചെയ്തു. കട്ട് ചെയ്താൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് തീർച്ചയായിട്ടും അവിടെ ആ മുറിപ്പാടിൽ നമ്മൾ കോപ്പർ ഓക്സി ക്ലോറൈഡ് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ സാഫോ ഇൻഡോഫിലോ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ആയാലും മതി. അതിങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കി അവിടെ നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പം മുകളിലോട്ട് അത് പോകുന്നില്ലേ, അപ്പം ഇതിങ്ങനെ പടർന്നു വരും. അപ്പം ഇനി മുകളിലോട്ട് പോകുന്ന എല്ലാ കൊമ്പുകളും നമ്മൾ ഇതേപോലെ നമ്മൾ ഡ്രിം ചെയ്ത് വിടണം. ഇതൊരു റൗണ്ട് സപ്പോർട്ടയാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ബനാന സപ്പോർട്ട വളർത്തുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ ചെറിയ കായ്കളൊക്കെ 1 വർഷമേ ആയുള്ളൂ. 1 വർഷമായി ചെറിയ കായ്കളൊക്കെ വരുന്നുണ്ട്, പൂക്കളും ഒക്കെ വരുന്നുണ്ട്. അതുമെല്ലാം വെട്ടിക്ക് നോക്കിയതായി ഇവിടെ ഞാൻ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു. നോക്കിക്കേ, ഓരോ സ്ഥലത്തും ഈ മുകളിലോട്ട് ഉയരത്തിൽ പോകുന്ന കമ്പുകളെല്ലാം ഇങ്ങനെ നമ്മൾ കോതി അവിടെ ഇത് കോപ്പർ ഓക്സി ക്ലോറൈഡ് തേച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുന്ന ആ ഭാഗം ഒന്നിൽ കരിഞ്ഞു പോവും, അല്ലെങ്കിൽ അഴുകിപ്പോവും. അത് തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അവിടെ എന്തെങ്കിലും നമ്മളൊന്ന് ലേപനം പുരട്ടി കൊടുക്കണം. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് വീടുകളിൽ, മിക്ക വീടുകളിലും ഇപ്പോൾ സപ്പോർട്ടുണ്ട്. പക്ഷേ അതെല്ലാം അങ്ങ് ഉയരത്തിലാണ് പോകുന്നത്. കിളികളെ മാത്രം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൊച്ചുങ്ങൾക്കും കുറച്ചൊക്കെ കൊടുക്കണ്ടേ. കിളികളൊക്കെ കൊണ്ടുപോയിക്കോട്ടെ, അവരും ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. കുറച്ച് കിളികളും ഒക്കെ കൊണ്ടുപോയി ബാക്കി നമുക്ക് വീട്ടാവശ്യത്തിനും ഉപയോഗിക്കണം. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോ എടുത്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.